വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വാർത്താ ദിനത്തിൽ ഇതുവരെ പുറത്തുവന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തകളിലൂടെയെല്ലാം ഇനിയുള്ള 1 മണിക്കൂർ സമയം നമ്മൾ കടന്നുപോകും. ആദ്യ റിപ്പോർട്ടിലേക്കാണ്. മലപ്പുറം വളാഞ്ചേരിയിൽ ലഹരി ഉപയോഗിച്ച 10 പേർക്ക് HIV ബാധ. ഒരേ സിറിഞ്ച് ഉപയോഗിച്ച് ലഹരി കുത്തിവെച്ചവർക്കാണ് രോഗബാധ. ഇതിൽ 3 പേർ ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. ആരോഗ്യവകുപ്പും എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും നടത്തിയ പരിശോധനയിലാണ് HIV സ്ഥിരീകരിച്ചത്. രാസലഹരി ഉപയോഗിക്കുന്നവരിൽ HIV ബാധ എന്ന കണ്ടെത്തൽ ഞെട്ടിപ്പിക്കുന്നതാണ്. വളാഞ്ചേരിയിൽ ആദ്യം HIV സ്ഥിരീകരിച്ചത് മലയാളിക്കാണ്. ഇതോടെ ഇയാളുടെ സംഘാംഗങ്ങളെ കൂടി പരിശോധിച്ചു. ഇങ്ങനെ 2 മാസത്തിനിടയിൽ നടന്ന പരിശോധനയിലാണ് 10 പേർക്ക് HIV ബാധ സ്ഥിരീകരിച്ചത്. ഒരേ സിറിഞ്ചോ അല്ലെങ്കിൽ വീണ്ടും ഉപയോഗിക്കുന്ന സിറിഞ്ചിലൂടെയോ ആണ് രോഗം പകരുന്നത് എന്ന് ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ജില്ലയിൽ തന്നെ മറ്റു സ്ഥലങ്ങളിലും ഉണ്ടാകാം. ഇപ്പോൾ വളാഞ്ചേരിയിലെ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളിൽ നമ്മൾ കണ്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള ഒരു HIV പേഷ്യൻറ്റ് പോസിറ്റീവായിട്ടുള്ള ഒരാൾ ഉപയോഗിച്ച നീഡിലും മറ്റുള്ളിലും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമുക്കിതിൽ ഏറ്റവും പേടിക്കേണ്ട ഒരു കാര്യം. 10 പേരും പ്രത്യേകം നിരീക്ഷണത്തിലാണ്. ജില്ലയിലെ മറ്റു ഭാഗങ്ങളിലും സിറിഞ്ച് പങ്കിടുന്നതിലൂടെ രോഗം ബാധിച്ചോ എന്നത് അന്വേഷിക്കണമെന്ന് DMO. എനിക്കിപ്പോൾ ഇവർ ആരൊക്കെയാണെന്നോ ഒന്നും എനിക്കറിയില്ല. ഈ 10 പേരെ ഇത് കിട്ടി, കാരണം അത് അത്രയും സീക്രട്ട് ആയിട്ടുള്ള വെക്കുന്ന ഒരു ഇൻഫർമേഷനാണ്. നമ്മളതിപ്പോൾ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മുടെ കെസാക്കിൻ്റെ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയിലേക്ക് നമ്മൾ ഇത് ഷെയർ ചെയ്യും. അല്ലാതെ വേറെ ഒരിടത്തേക്കും നമ്മളുടെ ഇതിൽ നിന്ന് പോകില്ല. ഇപ്പോൾ എനിക്കും അറിയില്ല, അവരുടെ ആരും പേരും കാര്യങ്ങളൊന്നും അറിയില്ല. രോഗം ബാധിച്ചവർ ഒരേ സൂചി ഉപയോഗിച്ചതിനൊപ്പം ഉപയോഗിച്ച സൂചിയിൽ വിതരണക്കാർ വീണ്ടും ലഹരി നിറച്ച് ഉപയോഗിക്കാൻ നൽകുന്നതും രോഗം ബാധിക്കാൻ കാരണമായിട്ടുണ്ട്. DMOയുടെ നേതൃത്വത്തിൽ പ്രത്യേകം യോഗം ചേരും. ഇവർക്ക് എവിടെ നിന്നാണ് ലഹരി ലഭിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം വേണം. 24 മലപ്പുറം. കൊല്ലം കരുനാഗപ്പള്ളിയിൽ ഗുണ്ടാ നേതാവിനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തി. കരുനാഗപ്പള്ളി സ്വദേശി ജിം സന്തോഷ് എന്ന സന്തോഷാണ് കൊല്ലപ്പെട്ടത്. പിന്നാലെ വവ്വാക്കാട് സ്വദേശി അനീറിനെയും സംഘം വെട്ടിപ്പരിക്കേൽപ്പിച്ചു. പുലർച്ചെ 2 മണിയോടെ സന്തോഷിന്റെ വീട്ടിലെത്തിയ കൊലയാളി സംഘം തോട്ടയെറിഞ്ഞ് കതക് തകർത്ത ശേഷം അകത്ത് കടക്കുകയായിരുന്നു. തുടർന്ന് കയ്യിൽ കരുതിയിരുന്ന മാരകായുധം ഉപയോഗിച്ച് സന്തോഷിനെ ആക്രമിച്ചു. കൊലയാളി സംഘത്തിലെ ഒരാൾ കയ്യിൽ കരുതിയിരുന്ന കത്തി സന്തോഷിന്റെ നെഞ്ചത്ത് കുത്തിയിറക്കി. തുടർന്ന് കൂടം ഉപയോഗിച്ച് സന്തോഷിന്റെ കാൽ അടിച്ചൊടിച്ചു. ഞാൻ അകത്തോട്ട് കയറി നോക്കിയപ്പോഴത്തേക്ക് കാല് വളരെയധികം ഭീകരമായിട്ടുള്ള അവസ്ഥയായിരുന്നു. കണ്ട് നിർമ്മിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഇതായിരുന്നു അവസ്ഥ. ഇതായിരുന്നു. ആളിന് നല്ല ശ്വാസം മുട്ടുണ്ടായിരുന്നു. സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കൊല്ലരുതെന്ന് പറഞ്ഞിട്ടും ആരും കേട്ടില്ലെന്ന് സന്തോഷിന്റെ അമ്മ. ഞാൻ അവിടെ കിടന്ന് കരഞ്ഞത് എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേ പറയും. പണ്ട് തന്നെ ഇതുപോലെ ചെയ്തേച്ച് പോയതല്ലയോ, കാണാൻ കിട്ടുമെന്നുള്ള ഒരു വിചാരമില്ലേ. പോലെ വന്ന് കൊന്നേച്ച് പോയതാണ്. കൊലപാതക ശേഷം മടങ്ങും വഴിയാണ് അനീറിനെ വവ്വാക്കാവിൽ വെച്ച് അക്രമി സംഘം കാണുന്നത്. വാഹനം നിർത്തി അനീറിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. പ്രതികൾ സഞ്ചരിച്ച വെള്ള ഇന്നോവ കാർ വയനകത്ത് വെച്ച് പോലീസ് പിടികൂടിയെങ്കിലും വാഹനത്തിൽ നിന്ന് പ്രതികൾ ഓടി രക്ഷപ്പെട്ടു. പ്രതികളെ തിരിച്ചറിഞ്ഞെന്നും ഉടൻ പിടികൂടാൻ കഴിയുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ പറഞ്ഞു. അന്വേഷണം ശരിയായിട്ട് പോകുന്നുണ്ട്, അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ വർഷം നവംബറിൽ വയനകം സംഘത്തിലെ പങ്കജിനെ കുത്തിയ കേസിൽ റിമാൻഡ് കാലാവധി കഴിഞ്ഞ് സന്തോഷ് പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് കൊലപാതകം. അരുൺരാജ്, 24 കൊല്ലം. സിനിമാ ലോകത്ത് ആവേശത്തിരിളക്കി ബിഗ് ബജറ്റ് ചിത്രം എമ്പുരാന്റെ മാസ് എൻട്രി. വമ്പൻ ആഘോഷത്തോടെയാണ് ചിത്രത്തെ സിനിമാ പ്രേമികൾ വരവേറ്റത്. കേരളത്തിൽ മാത്രം 750 സ്ക്രീനുകളിലാണ് എമ്പുരാന്റെ പ്രദർശനം. മോഹൻലാൽ മാത്രം മതി. വിശ്വാസമുണ്ട്. എമ്പുരാന്റെ ആദ്യ ഷോയ്ക്ക് മുമ്പും ശേഷവും തിയേറ്റർ പരിസരത്തെ ഫീലിങ്ങിനെ 6 മണിയുടെ ആദ്യ ഷോ കാണാൻ അർദ്ധരാത്രിയോടെ ആരാധകർ തിയേറ്ററുകളിലെത്തി. ത്രില്ലടിപ്പിക്കുന്ന മാസ് സീനുകളിൽ തിയേറ്ററുകൾ ഇളകി. സ്ക്രീനിൽ നിറഞ്ഞ് മോഹൻലാലും മഞ്ജു വാര്യരും പൃഥ്വിരാജും ടോവിനോയും. പടം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് ജംഗിൾ പൊളിയാന്ന്. ജംഗിൾ പൊളി. അത് ഇത് കാണാൻ വേണ്ടിയിട്ടാണല്ലോ രാവിലെ 6 മണിക്ക് തന്നെ വന്നത്. അതായത് കഴിഞ്ഞ ലൂസിഫറിനും അതുപോലെ തന്നെ ആയിരുന്നു, ഇതും അതുപോലെ തന്നെ അത്രയും ആവേശത്തിലാണ്. തീർച്ചയായിട്ടും വെയിറ്റിംഗ് ആണ്, അതിനും വെയിറ്റിംഗ് ആണ്. 6 മണിക്കായിരുന്നു എമ്പുരാന്റെ ആദ്യ ഷോ. കേരളത്തിൽ 750 സ്ക്രീനുകളിൽ പ്രദർശനം. അഡ്വാൻസ് ബുക്കിംഗിലൂടെ ആദ്യ ദിനം വൻ കളക്ഷൻ നേടിയാണ് റിലീസ്.
ആശീർവാദ് സിനിമാസും ശ്രീഗോകുലം മൂവീസുമാണ് സിനിമയുടെ നിർമ്മാതാക്കൾ. വളരെ സന്തോഷമേ ഉള്ളൂ. കാരണം ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു സിനിമ, ഏറ്റവും നല്ല ഒരു ഡയറക്ടർ, ഏറ്റവും നല്ല നടന്മാർ അഭിനയിച്ച ഒരു സിനിമ, അത് ജനങ്ങൾക്ക് ദർശനം ചെയ്യുമ്പോൾ നമുക്കത് വളരെ സന്തോഷമുണ്ട്. നമ്മളുടെ ഒരു 4 വർഷത്തെ ഞങ്ങളുടെ പ്രയത്നമാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും നന്ദി. ഇന്ത്യയിലും വിദേശത്തുമായി 4000-ഓളം തിയേറ്ററുകളിലാണ് എമ്പുരാൻ റിലീസ് ചെയ്തത്. GCCയിൽ 274 തിയേറ്ററുകളിലും യൂറോപ്പ്, അമേരിക്ക, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലായി 1545 തിയേറ്ററുകളിലും ചിത്രം പ്രദർശനത്തിനെത്തി. മലയാള സിനിമയിലെ പല കളക്ഷൻ റെക്കോർഡുകളും ഇതിനോടകം എമ്പുരാൻ തകർത്തു കഴിഞ്ഞു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. ഉരുൾപൊട്ടൽ തകർത്തെറിഞ്ഞ മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും ദുരന്തബാധിതരുടെ അതിജീവനത്തിന് കേരളത്തിന്റെ കരുതൽ. ദുരന്തഭൂമിയിൽ നിന്ന് 20 കിലോമീറ്റർ അപ്പുറം കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ പുനരധിവാസ ടൗൺഷിപ്പിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തറക്കല്ലിടും. ചടങ്ങിൽ വയനാട് MP പ്രിയങ്ക ഗാന്ധിയും പ്രതിപക്ഷ നേതാവ് VD സതീശനും പങ്കെടുക്കും. I think we should all be positive. We are all working together in our own different ways to do whatever we can for the rehabilitation of the victims. And I think this is not a moment to start criticizing and etc. So I think I would like to say that it's a positive first step. 7 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇത് ഒരു പുതിയ കോൺസെപ്റ്റാണ്, ഒരു മോഡൽ ടൗൺഷിപ്പാണ് നമ്മുടെ സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇത് ഒരു കമ്മ്യൂണിറ്റി ലിവിംഗ് ആണ് മാക്സിമം ഇമ്പോർട്ടൻസ് നാം കൊടുക്കുന്നത്. ഇത് വീടുകൾ മാത്രമല്ല, ഇവിടെ മാർക്കറ്റ് പ്ലേസ്, ಮತ್ತು ಪ್ರೈಮರಿ ಹೆಲ್ತ್ ಸೆಂಟರ್, അംഗൻവാടി ഇങ്ങനെ ഉൾപ്പെട്ടിട്ട് കോമൺ ഏരിയാസ് അതെല്ലാം ഒരു നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഒക്ടോബർ നവംബറിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാനാണ്, വീടുകൾ കംപ്ലീറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ എല്ലാ ലീഗൽ പ്രോസസ്സ് എന്താ ഉണ്ടോ അതെല്ലാം മാക്സിമം തീർക്കാൻ ഒരു ഡിപ്പാർട്ട്മെന്റ് നോക്കുന്നത്. പിന്നെ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്ത ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുർജിത്ത്, എല്ലാം നഷ്ടപ്പെട്ടു പോയ മനുഷ്യർക്ക് കരുതലിന്റെ തണലൊരുങ്ങുകയാണ്. വൈകിട്ട് അതിന്റെ തറക്കല്ലിടൽ നടക്കാൻ പോകുന്നു. പുനരധിവാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം. തുടർന്നും വളരെ വേഗത്തിൽ തന്നെ നടപടികൾ ഉണ്ടാകും എന്നെല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. വിവരങ്ങൾ എന്താണ് സുർജിത്ത്? തീർച്ചയായും ഇത് വലിയൊരു സന്തോഷത്തിൻ്റെ ദിവസം കൂടിയാണ് ദുരന്തബാധിതരെ സംബന്ധിച്ചിടത്തോളം. കാരണം പുനരധിവാസ നടപടികൾ അതിൻ്റെ പൂർത്തീകരണത്തിൻ്റെ തുടക്കം എന്നുള്ള നിലയിൽ തന്നെ ഇവിടെ വീടുകളുടെ നിർമ്മാണം നടക്കാൻ വേണ്ടി പോകുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തിയ റവന്യൂ മന്ത്രി മുതൽ കളക്ടർ മുതൽ ADM മുതൽ വില്ലേജ് ഓഫീസർ വരെ അങ്ങനെ നിരവധി ഉദ്യോഗസ്ഥരുടെ ഒരു ശ്രമഫലം കൂടി ഇത് ആണ് സാക്ഷാത്കരിക്കപ്പെടുന്നത്. എന്തായാലും ഈ നേരത്തെ താങ്കൾ പറഞ്ഞു, ഈ പുഞ്ചിരിമട്ടത്തുള്ള മനുഷ്യരുടെ പുഞ്ചിരി കാണണം എന്നുള്ളതാണ് താങ്കൾ നടത്തിയൊരു പ്രയോഗം. എത്രമാത്രം ആഹ്ലാദകരമാണ് ഈ നിമിഷം? വളരെ ആഹ്ലാദകരവും അഭിമാനകരവുമാണ്. നമ്മളൊരു ദുഃഖത്തിനിടയിലെ സന്തോഷമാണ്. ഈ നഷ്ടപ്പെട്ട 298 മനുഷ്യരുടെയും അവരുടെ കുടുംബങ്ങളെയും ഇനി നമുക്ക് തിരിച്ചു കൊടുക്കാനാകില്ല. പക്ഷെ നമുക്ക് തിരിച്ചു കൊടുക്കാനാകുന്നത് ചിലതുണ്ട്. അത് ഭൗതിക സാഹചര്യങ്ങളിലെ മാറ്റമാണ്. ആ നാടിനെ അതുപോലെ പുനർസൃഷ്ടിക്കാനും ആ നാട്ടിലെ മനുഷ്യരെ ഒരു പുതിയ ഗ്രാമത്തിലേക്ക് കൊണ്ടുവരാനുമുള്ള ഒരു ശ്രമത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് സുർജിത്തെ, ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് ലോകത്തിൻ്റെ മുമ്പിൽ കേരളം അവതരിപ്പിക്കുന്ന ഒരു കേരള മോഡലാണ്. ഇത്രയും ചെറിയ സമയം കൊണ്ട്, ഞാൻ ചെറുതെന്ന് ഉദ്ദേശിച്ചത് 8 മാസക്കാലം ഒരു ചെറിയ സമയമെന്നല്ല, എന്നാൽ പക്ഷേ ഈ കോടതി വ്യവഹാരങ്ങളെ ഒക്കെ നേരിട്ട് എല്ലാ വിധത്തിലുള്ള നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് നിർമ്മാണ പ്രവർത്തനത്തിന് വേഗതയിൽ ഒരുങ്ങുന്ന കാര്യത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ജില്ലാ കളക്ടർ ഉൾപ്പെടെ അവരുടെ കോർഡിനേഷനിൽ നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും കൂട്ടിയിണക്കി നടത്തിയ ഒരു വലിയ പ്രവർത്തനമുണ്ട്. ആ പ്രവർത്തനത്തിൻ്റെ ഒരു ഘട്ടം ഇപ്പോൾ വിജയം കാണുകയാണ്. ഇത് മാത്രമല്ല പുനരധിവാസം, വീട്, കടങ്ങൾ, തുടർ പഠനം, ചികിത്സ, പാലങ്ങളുടെ നിർമ്മാണം, റോഡുകളുടെ നിർമ്മാണം, പള്ളിക്കൂടങ്ങളുടെ നിർമ്മാണം, ഇങ്ങനെ പല ഘട്ടങ്ങളിലെ പുനരധിവാസത്തിൽ ഒരു പ്രക്രിയ നമ്മളിന്ന് വളരെ വേഗത്തിലേക്ക് കടന്നിരിക്കുന്നു. പല പ്രക്രിയകളും തീർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ വീടുകളുടെ പുനർനിർമ്മാണം എന്ന ഒരു പുതിയ പ്രക്രിയ നമ്മൾ പൂർത്തീകരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 1792 അടി അകലെ പൊട്ടിയ ഉരുളിനേക്കാൾ ഉയരത്തിൽ പുഞ്ചിരിമറ്റത്തെ മനുഷ്യരുടെ പുഞ്ചിരി കാണുന്ന ദിവസം വരെ ഈ പ്രവർത്തനം നമ്മൾ വളരെ അഭിമാനപൂർവ്വം ഒരു ടീമായി. ഗവൺമെൻറ് എന്ന വാക്ക് ഞങ്ങൾ പ്രയോഗിക്കുന്നത് ചില ഘട്ടങ്ങളിൽ ഗവൺമെൻറ് 21 പേരുള്ള മന്ത്രിമാർ മാത്രം അടങ്ങുന്നതല്ല, ഭൂരിപക്ഷം വരുന്ന ഭരണകക്ഷിയുമല്ല.
അത് അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് എന്നൊരു പ്രയോഗമുണ്ട്, ഉചിത സർക്കാർ. ആ ഉചിത സർക്കാർ ഈ നിർമ്മാണത്തിൽ 3.5 കോടി വരുന്ന എല്ലാ വിധത്തിലുമുള്ള മലയാളിയാണ്, അവരെ സ്നേഹിക്കുന്നവരും കൂടിയാണ്. ആ സർക്കാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കൃത്യമായ അവലോകനത്തിലൂടെ, കൃത്യമായ നടപടിക്രമത്തിലൂടെ സമയബന്ധിതമായി ഇത് പൂർത്തീകരിക്കും. എന്തായാലും കളക്ടർ DR മേഘശ്രീ ഉൾപ്പെടെ നമുക്കിവിടെ കാണാൻ കഴിയും. ഒരു രാപ്പകലില്ലാതെ ശരിക്കും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു കളക്ടർ കൂടിയാണ്. എന്തായാലും അതിൻ്റെ എല്ലാം തന്നെ ഒരു പൂർത്തീകരണം എന്നുള്ള തരത്തിൽ തന്നെയാണ് നമുക്കിതിനെ കാണാൻ കഴിയുന്നത്. ഇങ്ങനെ വലിയൊരു ഉദ്യോഗസ്ഥരുടെ നിര തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിന്നിരുന്നു അല്ലേ? ശരിക്കും വലിയ ശ്രമമാണ്. ഞാൻ ചുമതല ഏറ്റെടുത്തു 10 ജൂലൈയാണ് ചുമതല ഏറ്റെടുത്തത്. 29 തീയതിയാണ് ഇത് സംഭവിച്ചതും. ഞാൻ ഓൺലി 19 ഡേയ്സ് അതിൻ്റെ മാത്രം എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. വലിയ ഒരു ശ്രമമാണ്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ഈ സമയത്തിൽ ഐ വുഡ് ലൈക്ക് ടു താങ്ക് all those people who have stood with us, stood with the district collector, stood with all of us. So it's a very happy day. ഇന്ന് നമുക്ക് എല്ലാ ആൾക്കാരും ഇന്ന് ദുരന്തത്തിലെ നാശനഷ്ടങ്ങളും അനുഭവിച്ച എല്ലാ ആൾക്കാരും ഇവിടെ എത്തിച്ചേരണം, ഇന്നത്തെ ഈ ചടങ്ങിൽ പങ്കെടുക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും താങ്ക് യു മാഡം. ഇവിടെ 1000 സ്ക്വയർ ഫീറ്റാണ് വീടുകൾ നിർമ്മിക്കപ്പെടുന്നത്. അതിൻ്റെ ആ ദൗത്യം അത് ഏതാനും മണിക്കൂറുകൾ പിന്നിട്ടാൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. അതായത് ഇതിൻ്റെ ശിലാസ്ഥാപനം നിർവഹിക്കും. ഭവനങ്ങളുടെ മാതൃകാ ടൗൺഷിപ്പിൻ്റെ ശിലാസ്ഥാപനം നിർവഹിക്കും. മന്ത്രിമാരുടെ നീണ്ട നിര തന്നെയുണ്ട്. മന്ത്രി കെ രാജൻ്റെ അധ്യക്ഷതയിലാണ് ഈ യോഗം നടക്കുന്നത്. മന്ത്രിമാരായ OR കേളൂർ, റോഷി അഗസ്റ്റിനും, കെ കൃഷ്ണൻകുട്ടിയും, AK ശശീന്ദ്രനും, രാമേന്ദ്രൻ കടന്നപ്പള്ളിയും, KB ഗണേഷ് കുമാറും, PA മുഹമ്മദ് റിയാസും പങ്കെടുക്കുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധി MP ഈ ചടങ്ങിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നു. സ്ഥലം MLA T സിദ്ദിഖും, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാരും, പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും അടക്കമുള്ള നേതാക്കൾ, സംസ്ഥാനത്തിൻ്റെ വിവിധ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ ഒരു നീണ്ട നിര പുനരധിവാസത്തിൽ ഒറ്റക്കെട്ടായി തന്നെ നിലയുറപ്പിച്ചുകൊണ്ട് കേരളത്തിന് മാതൃകയാവുന്ന വിധത്തിലേക്കുള്ള ഒരു ടൗൺഷിപ്പ് എന്നുള്ള തരത്തിലേക്ക് തന്നെയാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ആരംഭിക്കാൻ പോകുന്നത്. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണ ചുമതല. ആ ഒരു ദൗത്യം നടപ്പാക്കുന്നു, അത് യാഥാർത്ഥ്യമാകുന്നു. ദുരന്തബാധിതരെ സംബന്ധിച്ച് സന്തോഷം. ഇനിയും ഏതാനും പേർ കൂടി പട്ടികയിലേക്ക് ഉൾപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയാണ് ഏവരും പങ്കുവെക്കുന്നത്. മറ്റൊരു ലിസ്റ്റ് കൂടി ഉണ്ടാകും. അതിന് തുടർച്ചയായി കൂടുതൽ പേർ, അർഹരായ മുഴുവൻ ആളുകളും ഇതിനകത്ത് ഉൾപ്പെടുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഏവരും പങ്കുവെക്കുന്നത്. റീജിത്ത്. ശരി, സുർജിത്ത് അയ്യപ്പത്ത് വിശദാംശങ്ങൾ നൽകുകയാണ്. 7 മാസം കൊണ്ട് ഈ വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് ഈ ഘട്ടത്തിൽ സർക്കാർ വെച്ചു പുലർത്തുന്നത്. അതിനനുസരിച്ചുള്ള തുടർ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സർക്കാർ ആലോചിക്കുന്നത്. പുനരധിവാസം എന്ന നിലയിൽ അത് വിശാലാർത്ഥത്തിൽ ഇനിയും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എങ്കിലും ഇന്ന് ഈ ടൗൺഷിപ്പിന് തറക്കല്ലിടുമ്പോൾ അത് ഈ ഇരകളെ സംബന്ധിച്ചിടത്തോളം, ദുരന്ത ബാധിതരെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ, സന്തോഷം നൽകുന്ന ഒരു നടപടിയാണ് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. സുർജിത്ത് അയ്യപ്പത്ത് അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ടൗൺഷിപ്പിന് ഭൂമി ഏറ്റെടുക്കുന്നതിൽ വൻ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുള്ള എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ ഹർജി പരിഗണിക്കാൻ സിംഗിൾ ബെഞ്ച് വിസമ്മതിച്ചു. സമാന ഹർജി ഡിവിഷൻ ബെഞ്ചിലുണ്ടെന്ന് വ്യക്തമാക്കിയാണ് ജസ്റ്റിസ് TR രവിയുടെ നടപടി. എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ ഹർജി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിലേക്ക് വിടാൻ രജിസ്ട്രിക്ക് കോടതി നിർദ്ദേശം നൽകി. എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നിന്നും ഏറ്റെടുക്കുന്ന ഭൂമിക്ക് 26 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചത്. എന്നാൽ ഇത് വിപണി വിലയുടെ 5% മാത്രമാണെന്നും 549 കോടി രൂപ നഷ്ടപരിഹാരമായി വേണം എന്നുമായിരുന്നു ഹർജിയിലെ ആവശ്യം. പോക്സോ കേസിൽ നടൻ കൂട്ടിക്കൽ ജയചന്ദ്രന് മുൻകൂർ ജാമ്യം. സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല എന്നും ജാമ്യം ദുരുപയോഗം ചെയ്യരുതെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. അച്യുതൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ഉപാധികളോടെയാണ് ജാമ്യം അനുവദിക്കുന്നത്. ഉപാധികൾ എന്തൊക്കെ, കോടതി വ്യക്തമാക്കിയത് എന്തൊക്കെ? അച്യുതൻ. അച്യുതനിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. ടെലിഫോൺ ബന്ധത്തിൽ ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് പരിഹരിച്ചതിന് ശേഷം ഈ വാർത്തയുടെ വിശദാംശങ്ങൾ അച്യുതൻ ഡൽഹിയിൽ നിന്ന് പങ്കുവയ്ക്കും. പോക്സോ കേസിൽ നടൻ കൂട്ടിക്കൽ ജയചന്ദ്രന് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു സുപ്രീം കോടതിയിൽ നിന്ന്. ചില ഉപാധികൾ കോടതി ജാമ്യം നൽകുന്ന ഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല, ഒരു തരത്തിലുള്ള ഇടപെടലും ആ സ്വഭാവത്തിലുണ്ടാവാൻ പാടില്ല, ജാമ്യം ദുരുപയോഗം ചെയ്യരുത് എന്നതടക്കമുള്ള കാര്യങ്ങൾ സുപ്രീം കോടതി നിർദ്ദേശിക്കുന്നുണ്ട്. അച്യുതൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അച്യുതൻ, തുടരാം. അച്യുതൻ.
റിജിത്ത്, ഈ പോക്സോ കേസിലാണ് ഇപ്പോൾ നടനായിട്ടുള്ള കുട്ടിക്കൽ ജയചന്ദ്രന് മുൻകൂർ ജാമ്യം സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. ജസ്റ്റിസ് നാഗരത്നയുടെ ബെഞ്ചാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചതും അതിൽ ഇപ്പോൾ ഈ മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നത്. സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല, നൽകുന്ന ജാമ്യം അത് ദുരുപയോഗം ചെയ്യാൻ പാടില്ല, അന്വേഷണവുമായി സഹകരിക്കണം, ഉപാധികൾ ലംഘിച്ചാൽ മുൻകൂർ ജാമ്യം റദ്ദാക്കും എന്ന നിർദ്ദേശങ്ങളോടുകൂടിയാണ് കുട്ടിക്കൽ ജയചന്ദ്രന് ഇപ്പോൾ മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നത്. എന്നാൽ ഇതിൽ ഈ ജാമ്യം നൽകിയ ഘട്ടത്തിൽ തന്നെ ചില കാര്യങ്ങൾ അത് സംസ്ഥാനം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അതായത് കേസിനെ സംബന്ധിച്ച് രാഹുൽ ഈശ്വർ കേരളത്തിൽ നടത്തിയ വാർത്താ സമ്മേളനം കോടതിയിൽ ഉന്നയിക്കുകയാണ് ഉണ്ടായത്. കുട്ടിയുടെ അമ്മയുടെ തന്നെ അഭിഭാഷകൻ ആ ഘട്ടത്തിലാണ് നാഗരത്നം പറഞ്ഞത്, ഈ ജഡ്ജിയും അഭിഭാഷകരും തമ്മിൽ കോടതിക്കുള്ളിൽ നടക്കുന്ന വാദങ്ങളല്ല പ്രധാനം, അത് അല്ല പുറത്തേക്ക് നൽകേണ്ടത്, മറിച്ച് കോടതി ഒപ്പിട്ട് നൽകുന്ന അന്തിമ ഉത്തരവ് അതാണ് പ്രധാനമായിട്ടുള്ളതെന്നും ജസ്റ്റിസ് നാഗരത്ന ഇതിൽ പറഞ്ഞു. ഇതിൽ തുടക്കത്തിൽ തന്നെ കുട്ടിക്കൽ ജയചന്ദ്രൻ കോടതിയെ അറിയിച്ചത് ഈ കേസ് അത് കെട്ടിച്ചമച്ചതാണ്, അതിൽ പറയുന്ന ആരോപണങ്ങളെല്ലാം തെറ്റായിട്ടുള്ളതാണ് എന്നുള്ള വാദങ്ങളാണ് മുൻപോട്ട് വച്ചത്. എന്നാൽ സംസ്ഥാന സർക്കാർ അടക്കം ആ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത രംഗത്ത് നിൽക്കുകയാണ് ചെയ്തത്. അതായത് ആരോപണങ്ങൾ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയാണ്. പോക്സോ കേസിൽ നടൻ കുട്ടിക്കൽ ജയചന്ദ്രന് ഉപാധികളോടെ മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. 24 ബ്രേക്കിംഗ്. മലപ്പുറം താഴേക്കാട് സ്കൂളിലെ കത്തിക്കുത്തിന് പിന്നാലെ വീണ്ടും പ്രകോപനപരമായ പോസ്റ്റുമായി വിദ്യാർത്ഥികൾ. പൊട്ടിത്തെറിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നാണ് പോസ്റ്റ്. ഇൻസ്റ്റഗ്രാം പേജിൽ പോസ്റ്റ് ഇട്ട 3 വിദ്യാർത്ഥികളുടെ ഫോണുകൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. വിപിൻ, ഈ സംഭവത്തിന് ശേഷം, ഈ സംഭവം തന്നെ വലിയ നടുക്കമുണ്ടാക്കിയ ഒന്നാണ്, അതിനുശേഷവും പ്രകോപനപരമായ സമീപനം വിദ്യാർത്ഥികൾ സ്വീകരിക്കുന്നു എന്നത് വലിയ ഞെട്ടലും ഉണ്ടാക്കുന്നുണ്ട്. എന്താണ് വിപിൻ സി വിജയൻ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? പോലീസിന്റെ നടപടി എന്താണ് വിപിൻ? രജിത്ത്, ഈ ഒരു കത്തിക്കുത്തിന് പിന്നാലെയും അല്ലെങ്കിൽ ഇത്ര വലിയൊരു സംഘർഷമുണ്ടായി 3 പേർക്ക് കൂട്ടത്തിൽ നിന്ന് കുത്തേറ്റിട്ട് പോലും ഈ കുട്ടികളുടെ ഒരു വൈരാഗ്യം മാറുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു പക വിട്ടുമാറുന്നില്ല എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. ഇതിപ്പോൾ താഴേക്കോട് PTM ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ്സിലെ മലയാളം മീഡിയം, ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികളിലെ അവരാണ് സംഘം ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞ ദിവസം തല്ലുകൂടുകയും അതിൽ തന്നെ 3 വിദ്യാർത്ഥികൾക്ക് കുത്തേൽക്കുകയും ചെയ്തിട്ടുള്ളത്. അന്ന് ഈ മലയാളം വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് മീഡിയത്തിലെ വിദ്യാർത്ഥികളെയാണ് ആക്രമിച്ചത്. അപ്പോൾ അതിനുശേഷം ഈ ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള വിദ്യാർത്ഥികൾ ഒത്തുചേരുകയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിൽ കോച്ചേരി എന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയുമായിരുന്നു. ഈ കോച്ചേരി എന്നുള്ള ഒരു ഗ്രൂപ്പിലാണ് അവരുടെ എല്ലാം തന്നെ ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികളുടെ എല്ലാം ഫോട്ടോ ഇട്ടുകൊണ്ട് വി ആർ നോട്ട് ഡെഡ് എന്ന് ഇട്ടിരിക്കുന്നത്, ഒപ്പം തന്നെ വെയിറ്റിംഗ് ഫോർ എ ബ്ലാസ്റ്റ് എന്നുമാണ് ഇട്ടിരിക്കുന്നത്. ഇത് ഈ 10ാം ക്ലാസ് പരീക്ഷ ഇന്നലെയാണ് അവസാനിച്ചത്. അതിൻ്റെ തലേ ദിവസമാണ് ഈ പോസ്റ്റുകൾ വന്നത്. അതായത് പരീക്ഷ അവസാനിക്കുന്ന ഇന്നലെ വൈകുന്നേരം ഒരു വലിയ സംഘർഷത്തിന് തന്നെ ഇവർ കോപ്പുകൂട്ടിയിരുന്നു എന്നുള്ളതാണ് പോലീസിന് മനസ്സിലായത്. അത്തരത്തിലുള്ള ഒരു രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സൈബർ വിങ് അത്തരത്തിലൊരു അന്വേഷണം നടത്തുകയും 3 വിദ്യാർത്ഥികളെ, ഈ ഗ്രൂപ്പിന്റെ അഡ്മിൻ ആയിട്ടുള്ള വിദ്യാർത്ഥി ഉൾപ്പെടെയുള്ള 3 വിദ്യാർത്ഥികളെ ഉടൻ തന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയുമായിരുന്നു. അങ്ങനെ ഈ 3 വിദ്യാർത്ഥികൾക്കെതിരെ ഇപ്പോൾ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുകയാണ്. ഇത് ജുവനൽ ജസ്റ്റിസ് ബോർഡിന്റെ മുൻപാകെ ഈ റിപ്പോർട്ട് ഹാജരാക്കും. അതിനുശേഷമായിരിക്കും അക്കാര്യത്തിൽ തുടർ നടപടികൾ ഉണ്ടാവുക. ഇപ്പോൾ ഈ വിവരം രക്ഷിതാക്കളെ ഉൾപ്പെടെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. റീജിത്ത്. ശരി, വിപിൻ സി വിജയൻ മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. അക്രമത്തിനും ലഹരിക്കുമെതിരെ 24ന്റെ ജനകീയ പ്രതിരോധ യാത്ര തുടരുകയാണ്. ജനഹൃദയങ്ങൾ കീഴടക്കി SKN40. VPS Lakeshore presents SKN40, presented by VPS Lakeshore, co-presented by Lulu Group India, Ujala Fabric Conditioner, co-powered by MyG Future, Xylem Learning App, Indian Institute of Commerce, Lakshya, celebrating partners, Joya Lucas, Jain Deemed to be University, Kochi, VKC Dibon, Swayamvara Silks, NIMS, a unit of NI Educational Trust, MGM Educational Institutions, Medimix, Benny's Royal Tours Private Limited, Rich Max Finvest, G-Tech Computer Education, Milma, New Rajasthan Marbles. SKN40 കേരള യാത്ര ഇടുക്കി ജില്ലയിൽ പര്യടനം നടത്തുകയാണ്. ഹൈറേഞ്ചിന്റെ കവാടമായ തൊടുപുഴയിൽ നിന്നാണ് ജില്ലയിലെ യാത്രയുടെ തുടക്കം. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ 100 കണക്കിന് ആളുകൾ യാത്രയുടെ ഭാഗമായി.
ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. നിങ്ങൾ എല്ലാവരും വളരെ രാവിലെ തന്നെ ഇവിടെ എത്തി. സന്തോഷം. പൂർണ്ണ പിന്തുണയാണ് SKന്റെ പോരാട്ടത്തിന് പൂർണ്ണ പിന്തുണ. തൊടുപുഴ നഗരത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ യാത്രയെത്തി. ന്യൂമാൻ കോളേജിൽ യാത്രയ്ക്കൊപ്പം വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നു. മാധ്യമരംഗത്ത് 4 പതിറ്റാണ്ടുകൾ പൂർത്തിയാക്കിയ അങ്ങേക്ക് ഒരുപാട് ന്യൂമൻ കോളേജിന്റെ പേരിലുള്ള അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ന്യൂമൻ കമ്മ്യൂണിറ്റി ഈ ചെറിയ ഉപഹാരം സമർപ്പിക്കുകയാണ്. ആന്റി ഡ്രഗ് അവയർനെസ് ക്യാമ്പ്സും ഒക്കെ നടത്താറുണ്ട് NSSന്റെ വക. അപ്പൊ അതിലൊക്കെ കൂടി നമുക്ക് നല്ലൊരു ഉത്ബോധം കിട്ടാറുണ്ട്. അക്രമങ്ങളും അതുപോലെ തന്നെ ഡ്രഗ്സ് റിലേറ്റ് ചെയ്ത എല്ലാ കേസസും നമുക്ക് കുറയ്ക്കാൻ പറ്റും കേരളത്തിൽ തന്നെ. ആംബുലൻസ് തൊഴിലാളികളുടെ സംഘടന യാത്രയ്ക്ക് ഐക്യദാർഢ്യവുമായി എത്തി. നമ്മുടെ ഒരു സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളും ഈ ലഹരി വിരുദ്ധ പരിപാടിയിൽ MDMA ഒക്കെ നമ്മുടെ പിള്ളേരെ അടിച്ച് നാശമായിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ നിങ്ങളോട് ഇറങ്ങി എന്നുള്ളത് വളരെ സന്തോഷം. അല്ല, ഇവിടെ എന്ത് പരിപാടിക്കാണേലും ഞങ്ങള് വിളിച്ചാലും വിളിച്ചില്ലേലും ചെല്ലും. അതാ കളി. അത് ഞങ്ങളുടെ ഒരു സന്തോഷമാണ്. തൊടുപുഴ അല്ലസർ കോളേജിലും ലഹരി വിരുദ്ധ യാത്ര എത്തി. മൂലമറ്റം സെന്റ് ജോസഫ് കോളേജിലും മങ്ങാട്ട് കവലയിലും നടക്കുന്ന പരിപാടികളോടെ ഇടുക്കി ജില്ലയിലെ പര്യടനം പൂർത്തിയാകും. 24 ഇടുക്കി. ലഹരിക്കെതിരെ 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ നടത്തുന്ന ജനകീയ യാത്രയെ പ്രശംസിച്ച് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി. 24-ന്റേത് മാതൃകാപരമായ പ്രവർത്തനമാണ്. വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം തടയാൻ പ്രത്യേക പദ്ധതികൾ നടത്തിവരികയാണെന്നും കൂട്ടായി നിന്ന് വിപത്തിനെ നേരിടാമെന്നും മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞു. അതില് 24 ചില പ്രോഗ്രാംസ് തയ്യാറാക്കി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ചേർന്നുകൊണ്ട് ഇതിനൊരു ഐക്യദാർഢ്യം ഉള്ള ഒരു പ്രചരണ പ്രവർത്തനങ്ങൾ ഭംഗിയായിട്ട് നടത്തും. നിയമസഭയിലെ ശാസനയ്ക്ക് സ്പീക്കർ AN ഷംസീറിന് മറുപടിയുമായി ഡോക്ടർ KT ജലീൽ. ലീഗ് കോട്ടയിൽ നിന്ന് ജയിച്ചു വന്ന തനിക്ക് ഉശിര് കൂടുമെന്നും മക്കയിൽ ഈന്തപ്പഴം വിൽക്കുന്നവർക്ക് അത്ര വേഗം പിടികിട്ടണമെന്നില്ല എന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ AN ഷംസീറിനെ ഉന്നമിട്ട് KT ജലീൽ പറയുന്നു. ശ്രീ ജലീൽ ചുരുക്കണം. ഇതുപോലെ സംസാരിക്കാൻ ശേഷിയുള്ളവരായിരുന്നു. ഇവിടെ പറഞ്ഞു കഴിഞ്ഞു സാർ. ചില ആശങ്കകളും കൂടി ഞാനിവിടെ പങ്കുവെക്കുകയാണ്. ഒന്ന്, സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകൾ പോലെ ബ്രായ് പറഞ്ഞതുമാതിരി അല്ലത്. ഞാനൊരു കോളേജ് അധ്യാപകനാണ്, സ്കൂൾ അധ്യാപകനാണ്. സ്വകാര്യ സർവകലാശാല ബില്ലിലെ ചർച്ചയ്ക്കിടെയാണ് ഡോക്ടർ KT ജലീലിനെ സ്പീക്കർ AN ഷംസീർ രൂക്ഷമായ ഭാഷയിൽ ശാസിച്ചത്. പ്രസംഗം ചുരുക്കാൻ ആവശ്യപ്പെട്ടിട്ടും KT ജലീൽ തയ്യാറാകാത്തതാണ് സ്പീക്കറെ ചൊടിപ്പിച്ചത്. 2 ദിവസത്തിനു ശേഷം സ്പീക്കർക്ക് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മറുപടിയുമായി KT ജലീൽ രംഗത്ത്. സഭയിൽ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സമയം അല്പം നീണ്ടുപോയെന്നും അതൊരു ക്രിമിനൽ കുറ്റമായി ആർക്കെങ്കിലും തോന്നിയെങ്കിൽ സഹതപിക്കുകയെ നിർവാഹമുള്ളൂ എന്നാണ് മറുപടി. ലീഗ് കോട്ടയായ മലപ്പുറത്ത് നിന്നാണല്ലോ തുടർച്ചയായി 4ാം തവണയും നിയമസഭയിലെത്തിയതെന്നും അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അല്പം ഉശിരുകൂടും. മക്കയിൽ ഈന്തപ്പഴം വിൽക്കുന്നവർക്ക് അത്ര വേഗം പിടികിട്ടണമെന്നില്ല എന്നും ജലീൽ. അതായത് വെല്ലുവിളിയില്ലാത്ത മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വരുന്നയാൾക്ക് തന്നെ മനസ്സിലാകില്ലെന്നാണ് ജലീൽ ഷംസീറിനെ ഉന്നം വെച്ച് പറഞ്ഞത്. 24 തിരൂർ. പാലക്കാട് അട്ടപ്പാടി കോട്ടത്തറ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന നവജാത ശിശുവിനെയും അമ്മയെയും തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നതിൽ പ്രതിസന്ധി. ആംബുലൻസ് ഡ്രൈവർമാർ അവധിയായതിനാൽ അമ്മയെയും കുഞ്ഞിനെയും മാറ്റാനായില്ല. ശ്രീകുമാരൻ പാലക്കാട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീത്ത്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? ഈ പകരം എന്തെങ്കിലും ക്രമീകരണം ഒരുക്കുന്നുണ്ടോ ശ്രീ? ടീക്കറിത്ത് ആദ്യമേ ഒരു തിരുത്തുണ്ട്, നമ്മൾ നൽകിയതുമാണ്. കുഞ്ഞിനെ ഇപ്പോൾ അല്പസമയം മുൻപ് കുഞ്ഞിനെ കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ നിന്ന്, കോട്ടത്തറ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് നേരെ കൊണ്ടുപോയിട്ടുണ്ട്. ഒരു ആംബുലൻസ് മാത്രമേ അവിടെ ഉള്ളൂ. അതിൽ ഏറ്റവും വലിയ പ്രതിസന്ധി ഇന്നലെയാണ് പരുപ്പുന്തറ ഊരിലെ ശ്രീജ എന്ന യുവതി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുന്നത്. അത് സിസേറിയനിലൂടെയായിരുന്നു ജന്മം നൽകിയത്. എന്തായാലും ആ പ്രസവം കഴിഞ്ഞതോടുകൂടി കുഞ്ഞിന്റെ ആരോഗ്യനില വഷളായി. കുഞ്ഞിനെ ഇന്നലെ തന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ഇവിടെ
നിന്ന് കൊണ്ടുപോകണം നിർദ്ദേശം രാവിലെ വന്നു. ഒന്ന് ശ്വാസം എടുക്കുന്നതിലടക്കം വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. രാവിലെ മുതൽ ആ പ്രതിസന്ധി നിലനിൽക്കുകയാണ്. അമ്മയും കുഞ്ഞിനെയും ഒരുമിച്ച് മാറ്റാൻ കഴിയില്ല. കാരണം ശ്രീജയ്ക്ക് രക്തസ്രാവമുണ്ട്, ശസ്ത്രക്രിയ കഴിഞ്ഞ്. അതുകൊണ്ട് ഒരുമിച്ച് ഒരു വാഹനത്തിൽ മാറ്റാൻ കഴിയില്ല, ഒരു ആംബുലൻസിൽ മാറ്റാൻ കഴിയില്ല. അപ്പോഴാണ് പ്രതിസന്ധി രൂപപ്പെട്ടത്. ഒരു ആംബുലൻസ് ഡ്രൈവർ മാത്രമേ ഉള്ളൂ. നിലവിൽ 4 ഡ്രൈവർമാർ അവിടെ ആംബുലൻസ് ഡ്രൈവർമാരായി തന്നെ ജോലി ചെയ്യുന്നുണ്ട്. അതിൽ 3 പേരും ഒരുമിച്ച് അവധിയാണ് എന്നാണ് വിശദീകരണം. അതായത് ആംബുലൻസ് ഉണ്ട്, മറ്റൊരു ആംബുലൻസ് ഉണ്ട്, പക്ഷേ അതിൽ ഡ്രൈവർ ഇല്ല എന്നൊരു വിശദീകരണമാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അല്പസമയം മുൻപ്, ഏതാണ്ട് ഒരു അരമണിക്കൂർ മുമ്പ് കുഞ്ഞിനെ മാത്രം കൊണ്ടുപോയിട്ടുണ്ട് തൃശ്ശൂരിലേക്ക്. ഏതാണ്ട് 3 മണിക്കൂറിലധികം സമയമുണ്ട് തൃശ്ശൂർ എത്താൻ. തൃശ്ശൂർ എത്തി അത് ഇവിടെ മടങ്ങിയെത്തിയാൽ മാത്രമേ, ആംബുലൻസ് മടങ്ങിയെത്തിയാൽ മാത്രമേ നിലവിൽ ശ്രീജയെ, അമ്മയെ തൃശ്ശൂരിലേക്ക് മാറ്റാൻ കഴിയുള്ളൂ. അങ്ങനെ ഗുരുതരമായ സാഹചര്യമാണ്. 108 ആംബുലൻസ് 2 സർവീസ് നടത്തുന്നുണ്ട്. പക്ഷേ അവരാരും തന്നെ ശമ്പളം കിട്ടാത്തതിനാൽ ആ മേഖലയിൽ കൂടെ ജോലി ചെയ്യുന്നില്ല. ഇപ്പോൾ ഇന്ന് നിർത്തിവച്ചിരിക്കുകയാണ് എന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായാലും പ്രതിസന്ധിയാണ്. അല്പസമയം മുൻപ് ഈ കുഞ്ഞിനെ മാത്രം മാറ്റാനായി. കുഞ്ഞിനെ ശ്രീകുമാരൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇതിൽ ഒരേ സമയം അമ്മയെയും കുഞ്ഞിനെയും ഒരു ആംബുലൻസിൽ കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു പ്രതിസന്ധി. അവിടെ ഒരു ആംബുലൻസ് ആണുള്ളത്. ഇപ്പോൾ കുഞ്ഞിനെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഒടുവിലായി പുറത്തു വന്നത്. അവിടെ നിലവിൽ ഒരു ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആംബുലൻസുകൾ അവിടെ ഉണ്ട്. അതിൽ 3 പേർ അവധിയിലാണ്. ആ ഡ്രൈവേഴ്സ് 3 പേർ അവധിയിലാണ്. അതാണ് ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയത്. ശ്രീകുമാരൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. പരീക്ഷാ കോപ്പിയടിക്ക് പ്രത്യേക സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളെന്ന 24 വാർത്തയിൽ ഇടപെടലുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ്. ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത് കണ്ടെത്തിയിട്ടുണ്ടെന്നും പോലീസിൽ പരാതി നൽകുമെന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ എസ് ഷാനവാസ് 24നോട് പറഞ്ഞു. 24 ഇംപാക്ട്. വിദ്യാർത്ഥികളെ കോപ്പിയടിക്കാൻ സഹായിക്കാൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്ന വാർത്ത 24 ആണ് പുറത്തുവിട്ടത്. പണം കൊടുത്തും സൗജന്യമായും ഗ്രൂപ്പുകൾ കോപ്പികൾ വിതരണം ചെയ്യുന്നുണ്ട്. വിദ്യാർത്ഥികളെ കോപ്പിയടിക്കാൻ സഹായിക്കുന്ന ഗ്രൂപ്പുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും വകുപ്പ് പോലീസിൽ പരാതി നൽകുമെന്നും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ്. അത് മൈക്രോ പ്രിൻറ്റിങ്, അതിലാണ് ആ ഡീറ്റെയിൽസ് കിട്ടിക്കുന്നത്. അത് പ്രിൻ്റ് എടുക്കുകയും അത് ക്ലാസ്സിൽ കൊണ്ടുപോവുകയും ചെയ്യും. ഈ പ്രാവശ്യം പ്രത്യേകമായിട്ട് നിർദ്ദേശം കൊടുത്തിരുന്നു. അത്തരത്തിൽ വ്യാപകമായി വയലേഷൻസ് നടത്തിയിട്ടുള്ളവരുടെ കാര്യത്തിൽ അവർക്ക് ശിക്ഷാ നടപടികൾ എന്ത് വേണമെന്നുള്ള കാര്യം പരീക്ഷാ ബോർഡ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന വേളയിൽ തീരുമാനിക്കുന്നതാണ്. നേരത്തെ ചില ചോദ്യപേപ്പറുകൾ ഗ്രൂപ്പുകളിൽ പ്രചരിച്ചിരുന്നു. അവർക്കെതിരെയും കർശന നടപടി ഉണ്ടാകുമെന്നും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ വ്യക്തമാക്കി. ഗ്രൂപ്പുകൾ വിതരണം ചെയ്യുന്ന മൈക്രോ കോപ്പികൾ പ്രിന്റെടുത്ത് ശരീരത്തിലും വസ്ത്രത്തിലും ഒളിപ്പിച്ച് പരീക്ഷാ ഹാളിൽ എത്തുന്നതാണ് വിദ്യാർത്ഥികളുടെ രീതി. സമീർ ബിൻ കരീം, 24, തിരൂർ. സംസ്ഥാനത്ത് ലഹരി സംഘത്തിന്റെ ആക്രമണത്തിൽ 2 പേർക്ക് പരിക്ക്. മദ്യപാനം ചോദ്യം ചെയ്തതിന് തിരുവനന്തപുരം കുമാരപുരത്ത് ഡിവൈഎഫ്ഐ നേതാവിന് കുത്തേറ്റു. മലപ്പുറം പൊന്നാനിയിൽ പെട്ടിക്കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയ ശേഷം പണം നൽകാത്തത് ചോദ്യം ചെയ്തതിന് മധ്യവയസ്കനെ ലഹരി സംഘം ആക്രമിച്ചു. കാസർഗോഡ് 2 ഇടങ്ങളിലായി എക്സൈസ് നടത്തിയ പരിശോധനയിൽ കഞ്ചാവും ഹാഷിഷ് ഓയിലുമായി 2 പേർ പിടിയിലായി. കഴിഞ്ഞ ദിവസം കടയിലെത്തിയ യുവാക്കളുടെ സംഘം സാധനങ്ങൾ വാങ്ങിയ ശേഷം പണം ആവശ്യപ്പെട്ടപ്പോൾ കടയുടമയായ മധ്യവയസ്കനെ കത്തി ചൂണ്ടി ആക്രമിക്കുകയായിരുന്നു. പ്രായപൂർത്തിയാകാത്ത ഒരാളടക്കം 3 പേരാണ് സംഭവവുമായി ബന്ധപ്പെട്ട് പൊന്നാനി പോലീസിന്റെ പിടിയിലായത്. നവനീത്, അൻസാർ എന്നിവരാണ് അറസ്റ്റിൽ. നവനീത് മറ്റ് നിരവധി കേസുകളിലും പ്രതിയാണ്. കൂട്ടുപ്രതിയായ ഒരാൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല. തിരുവനന്തപുരത്ത് മദ്യപാനം ചോദ്യം ചെയ്തതിനാണ് ഡിവൈഎഫ്ഐ നേതാവിനെ കുത്തിയത്. കുമാരപുരം യൂണിറ്റിലെ പ്രവീണിനാണ് കുത്തേറ്റത്. ഇന്നലെ രാത്രി നടന്ന സംഭവത്തിൽ പോലീസ് ഒരാളെ കസ്റ്റഡിയിലെടുത്തു. മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. 24, തിരുവനന്തപുരം, തിരൂർ. കൊടകര കുഴൽപ്പണ കവർച്ചാ കേസുമായി ബന്ധപ്പെട്ട് തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തലിൽ ആരോപണങ്ങൾക്കപ്പുറം തെളിവുകളില്ല എന്ന് ഇ.ഡി. തിരൂർ സതീഷിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസ് വീണ്ടും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് നൽകിയ കത്ത് പരിശോധിച്ചാണ് ഇ.ഡി. നിലപാട് വ്യക്തമാക്കുന്നത്. ഇതിനിടെ പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച് ആദായ നികുതി വകുപ്പും അന്വേഷണം നടത്തുന്നുണ്ട്. ബി.ജെ.പി. മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷിന്റെ മൊഴി എടുക്കാതെ ഇ.ഡി. കുറ്റപത്രം സമർപ്പിച്ചത് വിവാദമാകവെയാണ് വിശദീകരണം. തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തലിൽ ആരോപണങ്ങൾക്കപ്പുറം തെളിവുകളില്ലെന്ന് ഇ.ഡി. വ്യക്തമാക്കുന്നു. ആദ്യം ബി.ജെ.പി. നേതാക്കൾക്ക് അനുകൂലമായാണ് തിരൂർ സതീഷ് പോലീസ് മുൻപാകെ മൊഴി നൽകിയത്. രണ്ടാമത് മൊഴി നൽകിയപ്പോൾ തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ എന്ന പേരിൽ ചാക്കുകെട്ട് എത്തിയതായി പറഞ്ഞു. എന്നാൽ ചാക്കുകെട്ടിൽ പണം കണ്ടെത്തിയതായി തിരൂർ സതീഷ് പറയുന്നില്ല. ചാക്കുകെട്ട് എടുക്കാൻ വന്നവർക്ക് 10,000-ഉം 20,000-ഉം നൽകി എന്ന് മാത്രമാണ് മൊഴിയെന്നും ഇ.ഡി. ചൂണ്ടിക്കാട്ടുന്നു. തിരൂർ സതീഷിന്റെ മൊഴി ഉൾപ്പെടുത്തി കേസ് വീണ്ടും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് ഇ.ഡിക്ക് നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏജൻസിയുടെ നിലപാട്. ഇതിനിടെ പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച് ആദായ നികുതി വകുപ്പും അന്വേഷണം നടത്തുന്നതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്.
ഹൈക്കോടതിയിൽ ആദായ നികുതി വകുപ്പ് ഇക്കാര്യം വ്യക്തമാക്കി. അതേസമയം പണത്തിന്റെ ഉറവിടവും രേഖകളും ഹാജരാക്കിയാൽ കവർച്ച ചെയ്യപ്പെട്ട തുക ധർമ്മരാജന് തിരികെ ലഭിക്കും എന്നാണ് വിവരം. പ്രതികളിൽ നിന്നും റിക്കവർ ചെയ്ത പണമാണ് തിരികെ ലഭിക്കുക. ധർമ്മരാജൻ കോടതിയെ സമീപിച്ചാൽ നടപടികൾ പൂർത്തിയാക്കി പണം ലഭിക്കുന്നതിനും വഴിയൊരുങ്ങും. എസ് ശ്രീകാന്ത്, 24, തിരുവനന്തപുരം. കരുവന്നൂർ കണ്ടല സഹകരണ ബാങ്ക് കള്ളപ്പണ ഇടപാട് കേസിലെ 3 പ്രതികൾക്ക് ജാമ്യം. കരുവന്നൂർ കേസിലെ പ്രതികളായ പി സതീഷ് കുമാർ, പി കിരൺ എന്നിവർക്കാണ് ജാമ്യം ലഭിച്ചത്. കണ്ടല സഹകരണ ബാങ്ക് കേസിലെ പ്രധാന പ്രതി എൻ ബാസുരാങ്കന്റെ മകൻ അഖിൽജിത്തിനും ജാമ്യം ലഭിച്ചു. 3 പ്രതികൾക്കും ഹൈക്കോടതിയാണ് ജാമ്യം നൽകിയത്. പ്രതികൾ 1.5 വർഷത്തിലധികമായി ജയിലിലാണെന്ന കാരണത്താലാണ് ഹൈക്കോടതി ജാമ്യം നൽകിയത്. ആശാ വർക്കേഴ്സിനുള്ള ഇൻസെന്റീവ് വർദ്ധിപ്പിച്ച് UDF ഭരിക്കുന്ന വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ. UDF ഭരിക്കുന്ന കണ്ണൂർ കോർപ്പറേഷൻ, കോന്നി ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിലാണ് ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചത്. ധനസഹായം വർദ്ധിപ്പിച്ചത് നിയമപരമായി നിലനിൽക്കില്ല എന്നാണ് CPIMന്റെ പ്രതികരണം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കേഴ്സിന്റെ നിരാഹാര സമരം 8ാം ദിവസത്തിലാണ്. സംസ്ഥാന വ്യാപകമായി UDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാൻ ആലോചനയിലാണ്. ഇതിനിടയിലാണ് കണ്ണൂർ കോർപ്പറേഷനിൽ വർധന. വർഷത്തിൽ 4 മാസത്തിലൊരിക്കൽ 2000 രൂപ നൽകാനാണ് തീരുമാനം. കോന്നി ഗ്രാമപഞ്ചായത്തിലും വർധന തീരുമാനിച്ചു. പഞ്ചായത്തിലെ 19 ആശാപ്രവർത്തകർക്ക് 2000 രൂപ വെച്ച് അധിക വേതനം നൽകും. ഇതിനായി 38,000 രൂപ തനത് ഫണ്ടിൽ നിന്ന് വകയിരുത്തി. എന്നാൽ തീരുമാനം നിയമപരമായി നിലനിൽക്കില്ലെന്ന CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലന്റെ വിമർശനം. നിയമപരമായിട്ട് നിൽക്കില്ല. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കേഴ്സിന്റെ രാപ്പകൽ സമരം ഇന്ന് 46 ദിവസം പിന്നിട്ടു. നിരാഹാര സമരം 8ാം ദിവസത്തിലാണ്. ശൈലജ, അനിതാകുമാരി, ബീന പീറ്റർ എന്നീ ആശമാരാണ് നിലവിൽ നിരാഹാര സമരത്തിൽ തുടരുന്നത്. എല്ലാ ജില്ലകളിലും ആശാ വർക്കേഴ്സിന് ഐക്യദാർഢ്യവുമായി പരിപാടികൾ നടക്കുന്നുണ്ട്. 24, തിരുവനന്തപുരം. റാഗിംഗ് നിരോധന നിയമം പരിഷ്കരിക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ കർമ്മസമിതി രൂപീകരിച്ച് സർക്കാർ ഉത്തരവിറക്കി. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ചെയർമാനായ സമിതിയിൽ സർവകലാശാലാ പ്രതിനിധികളും മാനസികാരോഗ്യ വിദഗ്ധരുമടക്കം 12 പേരാണ് ഉള്ളത്. റാഗിംഗ് വിരുദ്ധ നിയമപരിഷ്കരണത്തിനുള്ള കർമ്മസമിതി രൂപീകരിക്കണമെന്ന് കഴിഞ്ഞ ആഴ്ചയാണ് സർക്കാരിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 12 അംഗ വർക്കിംഗ് ഗ്രൂപ്പ് സർക്കാർ രൂപീകരിച്ചത്. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് സമിതിയുടെ ചെയർമാൻ. കൂടാതെ സർവകലാശാല പ്രതിനിധികളും നിയമ മാനസികാരോഗ്യ വിദഗ്ധന്മാരും പോലീസ് മേധാവി നിർദ്ദേശിക്കുന്ന ഒരാളും വിവിധ വകുപ്പ് മേധാവികളും സമിതിയിൽ അംഗങ്ങളാണ്. 1998 നിലവിൽ വന്ന ആന്റി റാഗിംഗ് നിയമം കാലോചിതമായി പരിഷ്കരിക്കുകയാണ് സമിതിയുടെ ദൗത്യം. നിയമത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ച് പഠിച്ച് സമിതി ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകും. ശക്തമായ റാഗിംഗ് നിയമമുള്ളപ്പോൾ പോലും സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ ക്രൂര പീഡനങ്ങൾക്ക് വിധേയമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെയാണ് വിഷയത്തിൽ ഹൈക്കോടതി ഇടപെട്ടത്. അജീഷ് ജയകുമാർ, 24, തിരുവനന്തപുരം. സേ നോ ടു ഡ്രഗ്സ് ക്യാമ്പയിനുമായി ആലപ്പുഴ മുതുകുളം SNV UP സ്കൂളിലെ വിദ്യാർത്ഥികൾ തെരുവിൽ നൃത്തനാടകം സംഘടിപ്പിച്ചു. ലഹരിവിരുദ്ധ പോസ്റ്ററുകളുമായാണ് കുട്ടികൾ ലഹരിവിരുദ്ധ ജാഥ നടത്തിയത്. കരിയിലക്കുളങ്ങര CI J നിസാമുദ്ദീൻ ജാഥ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് എല്ലാവരും ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. ലഹരിക്കെതിരായ ദീപം കൊളുത്തിയുള്ള യാത്രയ്ക്കും തുടക്കമായി. ക്രമാതീതമായി കൂടി വരുന്നു. എന്താ ആരുമൊന്നും പറയാത്തത്? മിണ്ടാതെ സഹിക്കുന്നത് എന്തിനാ? സഹിക്കാവുന്നതിനും അപ്പുറമാണിത്. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുത്. മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തിൽ പാലക്കാട് മുണ്ടൂരിൽ 56-കാരനെ തലയ്ക്കടിച്ചു കൊന്നു. മുണ്ടൂർ കുമ്മങ്കോട് സ്വദേശി മണികണ്ഠനാണ് കൊല്ലപ്പെട്ടത്. അയൽവാസിയായ വിനോദിനെയും സഹോദരൻ ബിനീഷിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്ന് രാവിലെ 7 മണിയോടെയാണ് മണികണ്ഠനെ വീട്ടുമുറ്റത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തലയിൽ നിന്ന് രക്തം വാർന്നൊഴുകിയ നിലയിലായിരുന്നു മൃതദേഹം. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അയൽവാസികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇന്നലെ രാത്രി മണികണ്ഠനും അയൽവാസികളായ വിനോദും സഹോദരൻ ബിനീഷും ചേർന്ന് മണികണ്ഠന്റെ വീട്ടുമുറ്റത്ത് മദ്യപിച്ചിരുന്നു. ഇതിനിടെയുള്ള വാക്കുതർക്കത്തിന് പിന്നാലെ വിനോദ് മണികണ്ഠനെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഇൻക്വസ്റ്റ് നടപടികൾ ഇവിടെ വെച്ച് തന്നെ പൂർത്തിയാക്കും. കസ്റ്റഡിയിൽ എടുക്കാനുള്ള നടപടി എടുത്തിട്ടുണ്ട്. നമുക്ക് കൂടുതൽ അന്വേഷിച്ചിട്ട് പറയാം. വീട് പൂർണ്ണമായി തകർന്നതോടെ വീട്ടുമുറ്റത്താണ് മണികണ്ഠൻ കുറെ കാലമായി താമസിക്കുന്നത്. മൃതദേഹം ഇൻക്വസ്റ്റ് നടപടിക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പ്രതികളുടെ അറസ്റ്റ് കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷമെന്നാണ് പോലീസ് പറഞ്ഞത്. 24, പാലക്കാട്.
CPIM കേന്ദ്ര കമ്മിറ്റിയിൽ പ്രായപരിധി കർശനമാകില്ല എന്ന് പൊളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട്. പ്രായപരിധിയിൽ ആർക്കൊക്കെ ഇളവ് എന്ന കാര്യത്തിൽ പാർട്ടി കോൺഗ്രസ് തീരുമാനമെടുക്കുമെന്ന് പ്രകാശ് കാരാട്ട് 24-നോട് പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തവണയും പ്രായപരിധിയിൽ ഇളവുണ്ടാകുമെന്ന സൂചനയും പ്രകാശ് കാരാട്ട് നൽകുന്നു. 24 എക്സ്ക്ലൂസീവ്. 75 വയസ്സ് പിന്നിട്ടവർ പദവിയൊഴിയണമെന്ന നയം ഇത്തവണ കർശനമായി നടപ്പാക്കില്ല എന്നാണ് പ്രകാശ് കാരാട്ട് വ്യക്തമാക്കുന്നത്. പ്രായപരിധിയിൽ ഇളവ് നൽകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. പ്രായപരിധി പിന്നിട്ടവർക്ക് പദവിയൊഴിയുന്നതിൽ വ്യക്തിപരമായി തീരുമാനമെടുക്കാനാവില്ല. എല്ലാം മധുരയിലെ പാർട്ടി കോൺഗ്രസിൽ തീരുമാനിക്കും. Well, last time itself at Kannur, Chief Minister Comrade Pinarayi Vijayan was given an exemption from the age limit because he was the Chief Minister of Kerala. And this time when we discuss about age limit application, I'm sure that all these factors will be also taken into consideration. പൊതുതത്വമനുസരിച്ച് പ്രായപരിധി 75 തുടരും. എന്നാൽ മുഖ്യമന്ത്രിക്ക് ഇത്തവണയും ഇളവുണ്ടാകുമെന്നും പ്രകാശ് കാരാട്ട് സൂചന നൽകുന്നു. സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരള രേഖ 2026 തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചല്ല, ദീർഘവീക്ഷണത്തോടെയുള്ളതാണെന്നും പ്രകാശ് കാരാട്ട്. പാർട്ടി നയം മാറുന്നുവെന്ന വിമർശനം സങ്കുചിത വീക്ഷണമാണ്. ലാഭകരമല്ലാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് നൽകുന്നത് പുതിയ നയമല്ല. സംസ്ഥാന നേതൃത്വത്തിൽ അർഹരായവർ തഴയപ്പെടുന്നെന്ന വിമർശനത്തോട് കമ്മിറ്റികളിലേക്ക് ആളുകളെ ഉൾപ്പെടുത്തുന്നതും ഒഴിവാക്കുന്നതും കൂട്ടായ തീരുമാനത്തിലൂടെയെന്നാണ് മറുപടി. There is any major issue or problem as far as the Kerala State Conference is concerned. Within the party, even in a place like Kerala, where our party has a big mass influence, even our supporters, our rank and file, all of them may have some views. ദൈനംദിന പ്രവർത്തനങ്ങളിൽ പാർട്ടി സമയം അനുവദിക്കുകയാണെങ്കിൽ തന്റെ നേതൃകാലത്തെക്കുറിച്ച് പുസ്തകം എഴുതുമെന്നും പ്രകാശ് കാരാട്ട് 24-നോട് തുറന്നു പറഞ്ഞു. 24 ഡൽഹി. പ്രകാശ് കാരാട്ടും 24 പ്രതിനിധി ബൽറാം നെടുങ്ങാടിയുമായുള്ള അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം അത് പ്രേക്ഷകർക്ക് 24-ന്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ കാണാം. തമിഴ്നാട്ടിൽ ഭാഷാപോര് രൂക്ഷമായിരിക്കെ മുന്നറിയിപ്പുകൾ ഹിന്ദിയിൽ കൂടി നൽകി ചെന്നൈ കാലാവസ്ഥാ കേന്ദ്രം. നേരത്തെ ഇംഗ്ലീഷിലും തമിഴിലും മാത്രമായിരുന്നു അറിയിപ്പുകൾ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായാണ് ഒരു സംസ്ഥാനത്ത് കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ഹിന്ദിയിൽ നൽകുന്നത്. ഇന്നലെ വരെ ഇംഗ്ലീഷിലും തമിഴിലും നൽകിയിരുന്ന കാലാവസ്ഥാ മുന്നറിയിപ്പാണ് ഇന്ന് രാവിലെയോടെ ഹിന്ദിയിൽ കൂടി നൽകി തുടങ്ങിയത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കീഴിലുള്ള ചെന്നൈ റീജിയണൽ മെറ്റീരിയോളജിക്കൽ സെന്ററിന്റെ പേജിൽ 3 ഭാഷയിൽ ഏത് വേണമെന്ന് തിരഞ്ഞെടുക്കാം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരിടത്തും ഹിന്ദിയിൽ അറിയിപ്പ് നൽകിയിരുന്നില്ല. കേരളത്തിൽ ഇംഗ്ലീഷിലും കർണാടകയിൽ ഇംഗ്ലീഷിലും കന്നഡയിലുമാണ് അറിയിപ്പ് നൽകുന്നത്. ഭാഷാപോര് കടുക്കുന്നതിനിടെ സംസ്ഥാനത്തെ പ്രകോപിപ്പിക്കാനാണ് കേന്ദ്ര നീക്കം. ഹിന്ദി മുന്നറിയിപ്പിനെതിരെ CPIM രംഗത്തെത്തി. പ്രകൃതി ദുരന്തത്തിൽ സഹായിക്കാത്ത കേന്ദ്രമാണ് ഹിന്ദിയിൽ അറിയിപ്പ് നൽകുന്നതെന്ന് സു വെങ്കടേശൻ MP കുറ്റപ്പെടുത്തി. കേന്ദ്രത്തിന്റെ പുതിയ നീക്കത്തോടെ ഹിന്ദി പോരിൽ അയവുണ്ടാകില്ലെന്ന് ഉറപ്പായി. 24 ചെന്നൈ. മലബാർ മേഖലയിലെ 3 ജില്ലകളിലായി ഫെഡറൽ ബാങ്ക് 11 പുതിയ ശാഖകൾ തുറന്നു. മലപ്പുറം, പാലക്കാട്, വയനാട് ജില്ലകളിലാണ് പുതിയ ശാഖകൾ തുറന്നത്. കോഴിക്കോട് സോണൽ ഓഫീസിൽ നടന്ന ചടങ്ങിൽ ശാഖകളുടെ ഔദ്യോഗിക ഉദ്ഘാടനം ബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശാലിനി വാര്യർ നിർവഹിച്ചു. ബാങ്ക് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റും ബ്രാഞ്ച് മേധാവിയുമായ ഇക്ബാൽ മനോജ്, ഡെപ്യൂട്ടി വൈസ് പ്രസിഡന്റ് ബിന്ദു M എന്നിവർ സംസാരിച്ചു. നൂതന സാമ്പത്തിക സേവനങ്ങളും വ്യക്തിഗത ഉൽപ്പന്നങ്ങളും ഏവർക്കും ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ശാഖകളുടെ വിപുലീകരണം. ഇതോടെ ഫെഡറൽ ബാങ്കിന് കേരളത്തിൽ മാത്രം 623 ശാഖകളായി. രാജ്യത്തുടനീളമുള്ള ശാഖകളുടെ എണ്ണം 1584 ആയി. This is in Kozhikode zone, 7 of them in Malappuram district, 2 of them in Palghat district and 2 of them in Wayanad district. With this, our presence in Kozhikode zone has gone up to 169 branches. The zone covers 6 districts. Malappuram itself, we have now 49 branches. That is the extent of the commitment we have to this area. So we are very proud of our association with Kerala definitely and with Kozhikode in particular, and which is why we've expanded our presence over here. In the coming year, overall, we will grow by about 80 to 100 branches across India, but we're very certain that Kerala and Kozhikode will get a share of that. സ്വർണ്ണാഭരണ ഡിസൈനിംഗ്, നിർമ്മാണം, മൊത്തവിൽപ്പന, കയറ്റുമതി മേഖലകളിൽ പ്രശസ്തമായ വിൻസ്മേര ഇന്ത്യയിലും ഗൾഫിലും 2 വർഷത്തിനകം 20 ജ്വല്ലറികൾ തുറക്കും. നടൻ മോഹൻലാൽ വിൻസ്മേര ഗ്രൂപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറാകും. 2000 കോടി രൂപ ജ്വല്ലറി മേഖലയിൽ നിക്ഷേപിക്കും. ഏപ്രിലിൽ കോഴിക്കോടും മെയ് മാസം കൊച്ചിയിലും ജ്വല്ലറി
തുറക്കും. തിരുവനന്തപുരം, ചെന്നൈ, ബംഗളൂരു, ഗൾഫ് എന്നിവിടങ്ങളിലും ജ്വല്ലറികൾ ആരംഭിക്കും. ഗുണനിലവാരം ഉറപ്പാക്കി കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കൾക്ക് ആഭരണങ്ങൾ നൽകുക എന്നതാണ് വിൻസ്മേരയുടെ ലക്ഷ്യമെന്ന് ഉടമകളായ ദിനേശ് കാമ്പ്രത്ത്, അനിൽ കാമ്പ്രത്ത്, മനോജ് കാമ്പ്രത്ത്, കൃഷ്ണൻ കാമ്പ്രത്ത് എന്നിവർ പറഞ്ഞു. ഞങ്ങൾ കൊച്ചിയിലേക്ക് വരുന്നത് ബെസ്റ്റ് ഡിസൈൻ, ബെസ്റ്റ് കളക്ഷൻസ്, ബെസ്റ്റ് പ്രൈസ്. ഇതാണ് ഞങ്ങൾക്ക് കൊച്ചിയിൽ അവരോട് പറയാനുള്ളത്. ആരും തരാതെ ഒരു പ്രൈസും ഒരു ഡിസൈൻസും ഒരു കളക്ഷൻസും എല്ലാം കൂടിയുള്ള ഒരു ഇതായിരിക്കും. അത് നല്ല ഞങ്ങളുടെ കൊച്ചി ഷോറൂം എന്ന് പറയുന്നത് അറൗണ്ട് 20,000 സ്ക്വയർ ഫീറ്റ് ആണ്. സ്വന്തം മാനുഫാക്ചറിങ് തന്നെ ആയതുകൊണ്ട് ഏറ്റവും നല്ല കളക്ഷൻസ്, ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ട്. അതായത് ഗോൾഡിന് വില ഡെയിലി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വെയിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.